രാജാറാം മോഹൻ റോയ് 1772-1833. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ്, ആധുനിക ഇന്ത്യയുടെ പിതാവ്, ഇന്ത്യയിലെ ആദ്യത്തെ ആധുനിക മനുഷ്യൻ, ഇംഗ്ലണ്ടിലേക്ക് പോയ ആദ്യ ഇന്ത്യക്കാരൻ, ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ്, ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ, ഇന്ത്യൻ സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങളുടെ പ്രഭാതനക്ഷത്രം, ആധുനിക ഇന്ത്യയുടെ സൃഷ്ടാവ് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു രാജാറാം മോഹൻ റോയ്. രാമായണവും 5 ഉപനിഷത്തുകളും ബംഗാളി ഭാഷയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവാകുന്നു രാജാറാം മോഹൻ റോയ്. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയിയും ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റുവുമാകുന്നു. മാറിപ്പോകരുത്. ആധുനിക ഇന്ത്യയുടെ പിതാവ് രാജാറാം മോഹൻ റോയിയും ആധുനിക ഇന്ത്യയുടെ ശില്പി ജവഹർലാൽ നെഹ്റുവുമാകുന്നു. ഓക്കെ. രാജാറാം മോഹൻ റോയിയുടെ ശരിക്കും പേരാകുന്നു റാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ ശരിക്കും പേരാകുന്നു റാം മോഹൻ റോയ്. അദ്ദേഹത്തിന് രാജ എന്ന പദവി നൽകിയത് മുഗൾ സാമ്രാജ്യ ചക്രവർത്തിയായിരുന്ന അക്ബർ രണ്ടാമനാകുന്നു. മുഗൾ സാമ്രാജ്യത്തിൽ മൊത്തം 21 ചക്രവർത്തിമാരാണ് വന്നുപോയിട്ടുള്ളത്. 1526 ബാബർ സ്ഥാപിച്ച ഈ സാമ്രാജ്യം 1857 ബഹദൂർ ഷാ രണ്ടാമനോടെ അവസാനിച്ചു. 1526 ബാബർ സ്ഥാപിച്ച ഈ മുഗൾ സാമ്രാജ്യം 1857 ബഹദൂർ ഷാ രണ്ടാമനോടെ അവസാനിച്ചു. ബഹദൂർ ഷാ രണ്ടാമന് മുമ്പ് 1806 മുതൽ 1837 വരെ മുഗൾ സാമ്രാജ്യം ഭരിച്ച ചക്രവർത്തിയായിരുന്നു അക്ബർ രണ്ടാമൻ. ഈ അക്ബർ രണ്ടാമനാണ് റാം മോഹൻ റോയ്, അതായത് രാജാറാം മോഹൻ റോയ്ക്ക് രാജ എന്ന പദവി നൽകിയത്. 1815 രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന്റെ സംഘടനയായ ആത്മീയ സഭ സ്ഥാപിക്കുന്നത്. രാജാറാം മോഹൻ റോയ് അദ്ദേഹത്തിന്റെ സംഘടനയായ ആത്മീയ സഭ സ്ഥാപിക്കുന്നത് 1815 1821 രാജാറാം മോഹൻ റോയ് പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. 1821 സംവാദ് കൗമുദി എന്ന ബംഗാളി ന്യൂസ് പേപ്പർ സ്ഥാപിച്ചുകൊണ്ടാണ് രാജാറാം മോഹൻ റോയ് പത്രപ്രവർത്തനത്തിന് തുടക്കം കുറിക്കുന്നത്. ദേശീയ പത്രപ്രവർത്തനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് രാജാറാം മോഹൻ റോയ് ആകുന്നു. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ എന്നുള്ളത് രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച ന്യൂസ് പേപ്പറാകുന്നു. 1825 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ സ്ഥാപിച്ച കോളേജിന്റെ പേരാകുന്നു വേദാന്ത കോളേജ്. 1825 രാജാറാം മോഹൻ റോയ് കൽക്കട്ടയിൽ വേദാന്ത കോളേജ് സ്ഥാപിച്ചു. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. 1828 രാജാറാം മോഹൻ റോയ് ബ്രഹ്മസമാജം സ്ഥാപിക്കുന്നത്. രാജാറാം മോഹൻ റോയിയുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു പെർസെപ്റ്റ്സ് ഓഫ് ജീസസ്, എ ഡിഫൻസ് ഓഫ് ഹിന്ദു തീയിസം, അതുപോലെ തുഹ്ഫത്തുൽ മുഹ്രിരീൻ. സതി നിരോധനത്തിന് വേണ്ടി പ്രവർത്തിച്ച സാമൂഹ്യ പരിഷ്കർത്താവാകുന്നു രാജാറാം മോഹൻ റോയ്. രാജാറാം മോഹൻ റോയിയുടെ പ്രവർത്തന ഫലമായി 1829 ഡിസംബർ 4 ലോർഡ് വില്യം ബെൻഡിക് സതി നിരോധന നിയമത്തിന്റെ ഉത്തരവ് പുറത്തിറക്കി. 1833 ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോളിൽ വെച്ച് രാജാറാം മോഹൻ റോയ് മരണപ്പെട്ടു. 1833 രാജാറാം മോഹൻ റോയ് മരണപ്പെട്ട ശേഷം അദ്ദേഹത്തിന്റെ സംഘടനയായിരുന്ന ബ്രഹ്മസമാജം വിഭജിക്കപ്പെട്ടു. അവയാകുന്നു ആദി ബ്രഹ്മസമാജം, സാധാരണ ബ്രഹ്മസമാജം, ഇന്ത്യൻ ബ്രഹ്മസമാജം. ഇന്ത്യൻ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാകുന്നു കേശവ ചന്ദ്രസെൻ. സാധാരണ ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാകുന്നു ആനന്ദ മോഹൻ ബോസ്. അതുപോലെ ആദി ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനാകുന്നു ദേവേന്ദ്രനാഥ ടാഗോർ. ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സംഘടനയുടെ പേരാകുന്നു തത്വബോധിനി സഭ. അത് 1839 ആദി ബ്രഹ്മസമാജത്തിന്റെ സ്ഥാപകനായ ദേവേന്ദ്രനാഥ ടാഗോർ സ്ഥാപിച്ച സംഘടനയുടെ പേരാകുന്നു തത്വബോധിനി സഭ. വർഷം 1839 സ്വാമി ദയാനന്ദ സരസ്വതി 1824-1883. ഹിന്ദുമതത്തിന്റെ ജോൺ കാൽവിൻ എന്നും ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ സോഷ്യൽ റീഫോമറാകുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. ജോൺ കാൽവിൻ അതുപോലെ മാർട്ടിൻ ലൂതർ ഇവർ രണ്ടു പേരാകുന്നു. ക്രിസ്തുമതത്തിലെ നവീകരണ ആശയങ്ങൾക്ക് തുടക്കം കുറിച്ച ജർമ്മൻ വൈദികനാകുന്നു മാർട്ടിൻ ലൂതർ. ഫ്രാൻസിൽ നിന്നുള്ള ക്രിസ്ത്യൻ തത്വചിന്തകനാകുന്നു ജോൺ കാൽവിൻ. സ്വാമി ദയാനന്ദ സരസ്വതിയെ ഹിന്ദുമതത്തിന്റെ ജോൺ കാൽവിൻ എന്നും ഹിന്ദുമതത്തിന്റെ മാർട്ടിൻ ലൂതർ എന്നും അറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ യഥാർത്ഥ നാമം മൂൽ ശങ്കർ എന്നാകുന്നു. പഞ്ചാബിലെ ലാഹോറിലുള്ള ദയാനന്ദ് ആംഗ്ലോ വേദിക് കോളേജിന്റെ സ്ഥാപകനാകുന്നു സ്വാമി ദയാനന്ദ സരസ്വതി. സ്വാമി ദയാനന്ദ സരസ്വതിയെ ഇന്ത്യയുടെ പിതാമഹൻ എന്നറിയപ്പെടുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ 2 ആശയങ്ങളാകുന്നു വേദങ്ങളിലേക്ക് മടങ്ങുക, ഇന്ത്യ ഇന്ത്യക്കാർക്ക്. 1875 ബോംബെ ആസ്ഥാനമാക്കി ആര്യ സമാജം സ്ഥാപിക്കുന്നത് സ്വാമി ദയാനന്ദ സരസ്വതിയാകുന്നു. ശുദ്ധി പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത് സ്വാമി ദയാനന്ദ സരസ്വതിയാകുന്നു. സ്വാമി ദയാനന്ദ സരസ്വതിയുടെ പ്രധാനപ്പെട്ട ഒരു പുസ്തകത്തിന്റെ പേരാകുന്നു സത്യാർത്ഥ പ്രകാശം. അദ്ദേഹത്തിന്റെ ഒരു ന്യൂസ് പേപ്പർ ഉണ്ട്. അദ്ദേഹത്തിന്റെ ന്യൂസ് പേപ്പറിന്റെ പേരാകുന്നു ആര്യപ്രകാശം. സ്വാമി വിവേകാനന്ദ 1863-1902. സ്വാമി വിവേകാനന്ദന്റെ യഥാർത്ഥ നാമമാകുന്നു നരേന്ദ്രനാഥ് ദത്ത. 39 വയസ്സുവരെയാണ് സ്വാമി വിവേകാനന്ദന്റെ ജീവിത കാലഘട്ടം. 1893 സെപ്റ്റംബർ 11 സ്വാമി വിവേകാനന്ദൻ പങ്കെടുത്ത ചിക്കാഗോ മതസമ്മേളനം ലോകപ്രശസ്തമാണ്. കൽക്കത്തയിലെ ബേലൂർ ആസ്ഥാനമാക്കി 1897 സ്വാമി വിവേകാനന്ദൻ സ്ഥാപിച്ച ആധ്യാത്മിക സാമൂഹിക സംഘടനയുടെ പേരാകുന്നു രാമകൃഷ്ണ മിഷൻ. സ്വാമി വിവേകാനന്ദന്റെ ഗുരുവിന്റെ പേരാകുന്നു ശ്രീരാമകൃഷ്ണ പരമഹംസൻ. സ്വാമി വിവേകാനന്ദന്റെ ആഹ്വാനമാകുന്നു ഗീതയിലേക്ക് മടങ്ങുക. സ്വാമി വിവേകാനന്ദന്റെ വളരെ പ്രധാനപ്പെട്ട 3 പുസ്തകങ്ങളാകുന്നു രാജയോഗ, ജ്ഞാനയോഗ, കർമ്മയോഗ.
സ്വാമി വിവേകാനന്ദന്റെ മാഗസീനുകളുടെ പേരാകുന്നു പ്രബുദ്ധ ഭാരതം, അതുപോലെ ഉദ്ബോധൻ. പ്രബുദ്ധ ഭാരതം എന്ന മാഗസീൻ ഇംഗ്ലീഷിലും ഉദ്ബോധൻ എന്ന മാഗസീൻ ബംഗാളി ഭാഷയിലുമാണ് അച്ചടിച്ചിരുന്നത്. സ്വാമി വിവേകാനന്ദന്റെ ജീവിതകഥയുടെ, അതായത് ബയോഗ്രഫിയുടെ പേരാകുന്നു ദ മാസ്റ്റർ ആസ് ഐ സോ. സ്വാമി വിവേകാനന്ദന്റെ ബയോഗ്രഫിയായ ദ മാസ്റ്റർ ആസ് ഐ സോ എഴുതിയത് അദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ശിഷ്യയായിരുന്ന മാർഗരറ്റ് നോബിൾ ആകുന്നു. മാർഗരറ്റ് നോബിളിനെ സിസ്റ്റർ നിവേദിക എന്ന പേരിലും അറിയപ്പെടുന്നു. സ്വാമി വിവേകാനന്ദന്റെ 2 പ്രസ്താവനകളാകുന്നു: ഇന്ന് നമുക്ക് ആവശ്യം ഇരുമ്പിന്റെ മാംസപേശികളും ഉരുക്കിന്റെ ഞരമ്പുകളുമാണ്. അദ്ദേഹത്തിന്റെ മറ്റൊരു പ്രസ്താവനയാകുന്നു: പട്ടിണി കിടക്കുന്നവനോട് മതത്തെക്കുറിച്ച് സംസാരിക്കുന്നത് അവനെ അപമാനിക്കുന്നതിന് സമമാണ്. രവീന്ദ്രനാഥ് ടാഗോർ 1861 to 1941. നൊബേൽ സമ്മാനം നേടിയ ആദ്യത്തെ ഏഷ്യക്കാരനാകുന്നു രവീന്ദ്രനാഥ് ടാഗോർ. 1913 ഗീതാഞ്ജലി എന്ന സാഹിത്യത്തിനാണ് രവീന്ദ്രനാഥ് ടാഗോറിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ ലിയനാർഡോ ഡാവിഞ്ചി എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു രവീന്ദ്രനാഥ് ടാഗോർ. 1861 ബംഗാളിലെ കൊൽക്കത്തയിലെ ജർസംഗോ ഭവനിലാണ് രവീന്ദ്രനാഥ് ടാഗോർ ജനിക്കുന്നത്. ജാർഖണ്ഡിലെ റാഞ്ചിയിലുള്ള പ്രശസ്തമായ കുന്നുകളാകുന്നു ടാഗോർ കുന്നുകൾ. ടാഗോറിനെ ഗ്രേറ്റ് സെന്റിനൽ എന്നും ഗുരുദേവ് എന്നും വിശേഷിപ്പിച്ചത് ഗാന്ധിജിയാകുന്നു. ഗാന്ധിജിയെ മഹാത്മാ എന്ന് ആദ്യമായി വിളിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. ബാനു സിംഹൻ എന്ന തൂലികാനാമത്തിലാണ് രവീന്ദ്രനാഥ് ടാഗോർ എഴുതിയിട്ടുള്ളത്. ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് ആകാശവാണി എന്ന പേര് നൽകിയത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. രവീന്ദ്രനാഥ് ടാഗോറിനെ ജവഹർലാൽ നെഹ്റു എന്റെ ഗുരുനാഥൻ എന്നും ഇന്ത്യയുടെ മഹാനായ മനുഷ്യസ്നേഹി എന്നും വിശേഷിപ്പിച്ചു. 1998 സാമ്പത്തിക ശാസ്ത്രത്തിന് നൊബേൽ സമ്മാനം നേടിയ അമർത്യ സെന്നിന്റെ അമ്മയോട് അദ്ദേഹത്തിന് അമർത്യ സെൻ എന്ന പേര് നിർദ്ദേശിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. ജവഹർലാൽ നെഹ്റുവിനെ ഋതുരാജൻ എന്ന് വിശേഷിപ്പിച്ചതും രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. 1901 രവീന്ദ്രനാഥ് ടാഗോർ വിശ്വഭാരതി ആശ്രമം സ്ഥാപിക്കുന്നത്. കാലത്തിന്റെ കവിൾത്തടത്തിലെ കണ്ണുനീർ തുള്ളി എന്ന് താജ്മഹലിനെ വിശേഷിപ്പിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. അതുപോലെ കൊണാർക്ക് സൂര്യക്ഷേത്രത്തെ നോക്കി രവീന്ദ്രനാഥ് ടാഗോർ പറഞ്ഞ വാക്കുകളാകുന്നു: ഇവിടെ ശിലയുടെ ഭാഷ മനുഷ്യഭാഷയെ മറികടക്കുന്നു. ജാലിയൻ വാലാബാഗ് സംഭവത്തിന് ശേഷം ബ്രിട്ടീഷ് ഗവൺമെന്റ് നൽകിയ നൈറ്റ്ഹുഡ് പുരസ്കാരം രവീന്ദ്രനാഥ് ടാഗോർ തിരിച്ചു നൽകി. 1921 രവീന്ദ്രനാഥ് ടാഗോർ വിശ്വഭാരതി യൂണിവേഴ്സിറ്റി സ്ഥാപിക്കുന്നത്. 1905 ബംഗാൾ വിഭജനകാലത്ത് ടാഗോർ രചിച്ച ഗീതമാകുന്നു അമർ സോനാർ ബംഗ്ല. പിന്നീട് ബംഗ്ലാദേശിന്റെ ദേശീയ ഗാനമായി മാറിയതും ഈ അമർ സോനാർ ബംഗ്ല ആകുന്നു. പശ്ചിമ ബംഗാളും പൂർവ്വ ബംഗാളും ഒരു ഹൃദയത്തിന്റെ 2 അറകളാണ് എന്ന് പറഞ്ഞത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. രവീന്ദ്രനാഥ് ടാഗോറിന്റെ 150ാം ജന്മവാർഷികത്തിൽ സംസ്കൃതി എക്സ്പ്രസ് 2010 രാജ്യത്തുടനീളം എക്സിബിഷൻ ട്രെയിൻ ആയി സഞ്ചരിക്കുകയുണ്ടായി. രവീന്ദ്രനാഥ് ടാഗോറിന്റെ പ്രശസ്തമായ കൃതികളാകുന്നു കാബൂളിവാല, ഗോര, ഹംഗ്രി സ്റ്റോൺ, പോസ്റ്റ് ഓഫീസ് തുടങ്ങിയവ. 1896 കൽക്കട്ട സമ്മേളനത്തിൽ വന്ദേമാതരം ആദ്യമായി ആലപിച്ചത് രവീന്ദ്രനാഥ് ടാഗോർ ആകുന്നു. മൗലാന അബുൽ കലാം ആസാദ് 1888 നവംബർ 11 സൗദി അറേബ്യയിലെ മക്കയിലാണ് മൗലാന അബുൽ കലാം ആസാദ് ജനിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ജന്മദിനമായ നവംബർ 11 ദേശീയ വിദ്യാഭ്യാസ ദിനമായി ആചരിക്കുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയാകുന്നു മൗലാന അബുൽ കലാം ആസാദ്. ഇന്ത്യയിലെ ആദ്യ മന്ത്രിസഭയിൽ വിദ്യാഭ്യാസം, ശാസ്ത്ര ഗവേഷണം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്തത് മൗലാന അബുൽ കലാം ആസാദ് ആകുന്നു. മൗലാന അബുൽ കലാം ആസാദിന്റെ പുസ്തകവും അദ്ദേഹത്തിന്റെ ഓട്ടോബയോഗ്രഫിയുമായിട്ടുള്ള ബുക്കിന്റെ പേരാകുന്നു ഇന്ത്യ വിൻസ് ഫ്രീഡം. സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് കോൺഗ്രസിന്റെ കൂടുതൽ കാലം പ്രസിഡന്റ് ആയിരുന്നതും പ്രായം കുറഞ്ഞ പ്രസിഡന്റ് ആയിരുന്നതും ക്വിറ്റ് ഇന്ത്യ സമര പ്രസിഡന്റ് ആയിരുന്നതുമായ ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു മൗലാന അബുൽ കലാം ആസാദ്. അൽ ഹിലാൽ പത്രം, അൽ ബലാഗ് പത്രം, പൈഗാം വീക്കിലി എന്നിവ മൗലാന അബുൽ കലാം ആസാദിന്റേതാകുന്നു. മൗലാന അബുൽ കലാം ആസാദിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത് 1992 മൗലാന അബുൽ കലാം ആസാദ് ഈ ലോകത്തോട് വിട പറഞ്ഞത് 1958 ഫെബ്രുവരി 22 മദൻ മോഹൻ മാളവ്യ 1861 to 1946. 1916 സ്ഥാപിതമായ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ സ്ഥാപകനാകുന്നു മദൻ മോഹൻ മാളവ്യ. യാചകരുടെ രാജകുമാരൻ എന്നും മഹാമാന എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു പണ്ഡിറ്റ് മദൻ മോഹൻ മാളവ്യ. മഹാമാന എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ഗ്രേറ്റ് മൈൻഡഡ് ഓർ ഹൈ സോൾഡ് എന്നാകുന്നു. 1915 മദൻ മോഹൻ മാളവ്യ ഹിന്ദു മഹാസഭ സ്ഥാപിക്കുന്നത്. ഹിന്ദു മഹാസഭയെ പ്രതിനിധാനം ചെയ്ത് വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു മദൻ മോഹൻ മാളവ്യ. സത്യമേവ ജയതേ എന്ന മുദ്രാവാക്യം ജനകീയമാക്കിയ ഇന്ത്യൻ ദേശീയ നേതാവ് കൂടിയാകുന്നു മദൻ മോഹൻ മാളവ്യ. ദ ലീഡർ, അഭ്യുദയ, മര്യാദ എന്നീ ന്യൂസ് പേപ്പേഴ്സ് മദൻ മോഹൻ മാളവ്യയുടേതാകുന്നു. മദൻ മോഹൻ മാളവ്യയോടുള്ള ബഹുമാനാർത്ഥം ഡൽഹി മുതൽ വാരണാസി വരെ പോകുന്ന എക്സ്പ്രസ് ട്രെയിനിന്റെ പേര് മഹാമാന എക്സ്പ്രസ് എന്നാക്കിയിട്ടുണ്ട്. 2015 മരണാനന്തര ബഹുമതിയായി മദൻ മോഹൻ മാളവ്യയ്ക്ക് ഭാരതരത്നം ലഭിക്കുകയുണ്ടായി. സർദാർ വല്ലഭായ് പട്ടേൽ 1875 to 1950. ഇന്ത്യൻ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയ ഇന്ത്യയുടെ ദേശീയ നേതാവാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ബർദോളി ഗാന്ധി, ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ, ഇന്ത്യൻ ബിസ്മാർക്ക് എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുവാനുള്ള കാരണം ബിസ്മാർക്ക് എന്നത് ജർമ്മൻ ഏകീകരണത്തിന്റെ ശില്പിയാകുന്നു. ജർമ്മൻ ഏകീകരണത്തിന്റെ ശില്പിയാകുന്നു ഓട്ടോ വോൺ ബിസ്മാർക്ക്.
സർദാർ വല്ലഭായ് പട്ടേൽ ഇന്ത്യൻ നാട്ടുരാജ്യ സംയോജനത്തിന് നേതൃത്വം നൽകിയതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ഇന്ത്യൻ ബിസ്മാർക്ക് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇന്ത്യയുടെ ആദ്യ ഉപപ്രധാനമന്ത്രിയും ആദ്യ ആഭ്യന്തരമന്ത്രിയും കൂടിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. മാത്രമല്ല ഓൾ ഇന്ത്യ സർവീസിന്റെ പിതാവ് കൂടിയാകുന്നു പട്ടേൽ. സർദാർ എന്ന പദവി പട്ടേലിന് കൊടുത്തത് മഹാത്മാഗാന്ധിജിയാകുന്നു. മൗലിക അവകാശങ്ങളുടെ ശില്പിയെന്നും സർദാർ വല്ലഭായ് പട്ടേലിനെ അറിയപ്പെടുന്നു. 1918 ഗേദ സത്യാഗ്രഹത്തിന് ഗാന്ധിജിയോടൊപ്പം പങ്കെടുത്ത പ്രധാനപ്പെട്ട അനുയായിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. 1922 നടന്ന സാരാബന്ദി ക്യാമ്പയിനും അതുപോലെ നോ ടാക്സ് മൂവ്മെന്റിനും നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേലാകുന്നു. ഒരിക്കൽ കൂടി പറയാം, 1922 നടന്ന സാരാബന്ദി ക്യാമ്പയിനും അതുപോലെ 1922 തന്നെ നടന്ന നോ ടാക്സ് മൂവ്മെന്റിനും നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആകുന്നു. 1928 ബർദോളി സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് സർദാർ വല്ലഭായ് പട്ടേൽ ആകുന്നു. INCയുടെ 1931 കറാച്ചി സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് സർദാർ വല്ലഭായ് പട്ടേൽ ആകുന്നു. മൗലിക അവകാശ അഡ്വൈസറി കമ്മിറ്റി ചെയർമാനും കൂടിയാകുന്നു സർദാർ വല്ലഭായ് പട്ടേൽ. സർദാർ വല്ലഭായ് പട്ടേലിന്റെ ജന്മദിനമായ ഒക്ടോബർ 31 രാഷ്ട്രീയ ഏകതാ ദിവസ് ആയി ആചരിക്കുന്നു. സർദാർ വല്ലഭായ് പോലീസ് അക്കാദമി ഹൈദരാബാദ് ആകുന്നു. സർദാർ വല്ലഭായ് പോലീസ് മ്യൂസിയം കൊല്ലത്താകുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളം അഹമ്മദാബാദിലാണുള്ളത്. സർദാർ വല്ലഭായ് പട്ടേൽ വിമാനത്താവളവും സർദാർ വല്ലഭായ് പട്ടേൽ സ്മാരകവും ഉള്ളത് അഹമ്മദാബാദ് ആകുന്നു. ഗുജറാത്തിലെ ഖേവാദിയ പട്ടണത്തിൽ റാം വി സുത്തർ എന്ന ശില്പി ലാർസൻ ആൻഡ് ടെബ്രോ കമ്പനിയുടെ നിർമ്മാണത്തിൽ നിന്നുകൊണ്ട് 182 മീറ്റർ ഉയരമുള്ള സർദാർ വല്ലഭായ് പട്ടേലിന്റെ ഏകതാ പ്രതിമ എന്നറിയപ്പെടുന്ന സ്റ്റാച്യു ഓഫ് യൂണിറ്റിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ പ്രതിമ. പട്ടേലിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിച്ചത് 1991 പട്ടേൽ പറഞ്ഞ പ്രശസ്തമായ 2 വാക്കുകളാകുന്നു: കഷ്ടപ്പെട്ട് നാം നേടിയ സ്വാതന്ത്ര്യം നാട്ടുരാജാക്കന്മാരുടെ വാതായനങ്ങളിലൂടെ നഷ്ടമാകാൻ പാടില്ല. മറ്റൊരു വാക്യമാകുന്നു: എനിക്ക് ഒരു കൾച്ചറേ അറിയൂ, അത് അഗ്രികൾച്ചറാണ്. ഗോപാലകൃഷ്ണ ഗോഖലെ മിതവാദികളുടെ നേതാവ് എന്നും തൊഴിലാളികളുടെ രാജകുമാരൻ എന്നും മറാത്ത സോക്രട്ടീസ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗാന്ധിജിയുടെ രാഷ്ട്രീയ ഗുരുവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടീഷുകാരുടെ ഉപ്പ് നിയമത്തെ എതിർത്ത ആദ്യത്തെ ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 രൂപീകരിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ സ്ഥാപകനാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1905 ഉത്തർപ്രദേശിലെ ബനാറസിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിലെ പ്രസിഡന്റ് ആയിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. 1906 കോൺഗ്രസിന്റെ പ്രതിനിധിയായി ഗോപാലകൃഷ്ണ ഗോഖലെ ഇംഗ്ലണ്ടിൽ പോയിട്ടുണ്ട്. ദുർബല ചിത്തനായ മിതവാദി എന്ന് കോൺഗ്രസിലെ തീവ്രവാദികൾ വിശേഷിപ്പിച്ച നേതാവാകുന്നു ഗോഖലെ. ദി നേഷൻ എന്ന പത്രം ഗോപാലകൃഷ്ണ ഗോഖലെയുടേതാകുന്നു. വേഷപ്രച്ഛന്നനായ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിളിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ. ഗോപാലകൃഷ്ണ ഗോഖലെ 1905 സ്ഥാപിച്ച സർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിലാണ് 1914 മന്നത്ത് പത്മനാഭൻ NSS ദാറ്റ് ഈസ് നായർ സർവീസ് സൊസൈറ്റി സ്ഥാപിക്കുന്നത്. ബാലഗംഗാധര തിലക് 1884 സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും 1885 സ്ഥാപിച്ച ഫർഗൂസൺ കോളേജിന്റെയും സ്ഥാപകനാകുന്നു ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്നു പേരുള്ള ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ബാലഗംഗാധര തിലക്. ലോകമാന്യ എന്ന വാക്കിന്റെ അർത്ഥം യൂണിവേഴ്സലി അക്സെപ്റ്റഡ് എന്നാകുന്നു. സ്വയം ഭരണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച സോഷ്യൽ റീഫോമറാകുന്നു ബാലഗംഗാധര തിലക്. കോൺഗ്രസിലെ തീവ്രവാദികളുടെ നേതാവ് എന്നും ഇന്ത്യയുടെ കിരീടം വയ്ക്കാത്ത രാജാവ് എന്നും അറിയപ്പെടുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ലോകമാന്യ ബാലഗംഗാധര തിലക്. ഇന്ത്യൻ അസ്വസ്ഥതയുടെ പിതാവ് എന്ന് വാലന്റൈൻ ചിറോൾ എന്ന ബ്രിട്ടീഷ് എഴുത്തുകാരൻ വിശേഷിപ്പിച്ച സോഷ്യൽ റീഫോമറാകുന്നു ബാലഗംഗാധര തിലക്. ബാലഗംഗാധര തിലകിനെ കുറിച്ച് 1910 പ്രശസ്ത ബ്രിട്ടീഷ് എഴുത്തുകാരനായ വാലന്റൈൻ ചിറോൾ എഴുതിയ പുസ്തകമാകുന്നു ഇന്ത്യൻ അസ്വസ്ഥത, അതായത് ഇന്ത്യൻ അൺറസ്റ്റ്. ബാലഗംഗാധര തിലകിന്റെ ഉടമസ്ഥതയിൽ പ്രസിദ്ധീകരിച്ച പത്രങ്ങളാകുന്നു കേസരി പത്രവും മറാത്ത പത്രവും. കേസരി പത്രം മറാത്ത ഭാഷയിലാണ് പ്രസിദ്ധീകരിച്ചത്. മറാത്ത പത്രം ഇംഗ്ലീഷ് ഭാഷയിലുമാണ് പ്രസിദ്ധീകരിച്ചത്. ബാലഗംഗാധര തിലകിന്റെ പ്രശസ്തമായ ഒരു കൃതിയാകുന്നു ഗീതാരഹസ്യം. സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാകുന്നു. മെച്ചപ്പെട്ട വിദേശ ഭരണത്തേക്കാൾ നല്ലത് തദ്ദേശീയരുടെ മെച്ചമല്ലാത്ത ഭരണമാണ് എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാകുന്നു. കോൺഗ്രസിന്റെ വാർഷിക സമ്മേളനങ്ങളെ അവധിക്കാല വിനോദ പരിപാടികൾ എന്ന് വിശേഷിപ്പിച്ചതും മണ്ടൂകങ്ങളെപ്പോലെ, അതായത് തവളകളെപ്പോലെ വർഷത്തിലൊരിക്കൽ കരഞ്ഞിട്ട് ഒന്നും നേടാൻ ആകില്ല എന്ന് പറഞ്ഞതും ബാലഗംഗാധര തിലകാകുന്നു. ഒരു ദൈവം തൊട്ടുകൂടായ്മ അംഗീകരിച്ചാൽ ഞാൻ അവനെ ദൈവമായി അംഗീകരിക്കില്ല എന്ന് പറഞ്ഞത് ബാലഗംഗാധര തിലകാകുന്നു. 1908 രാജ്യദ്രോഹ കുറ്റത്തിന് ബാലഗംഗാധര തിലകിനെ ബർമ്മയിലെ മാൻഡലയിലേക്ക് നാടുകടത്തി. മുംബൈയിലെ ഒരു പ്രധാന റെയിൽവേ സ്റ്റേഷനാകുന്നു ലോകമാന്യ തിലക് ടെർമിനസ്.
ഗണേശ് ഫെസ്റ്റിവൽ, ശിവജി ഫെസ്റ്റിവൽ എന്നിവ തിരിച്ചു കൊണ്ടുവന്നത് ബാലഗംഗാധര തിലകാകുന്നു. 1920 ഓഗസ്റ്റ് 1 ബാലഗംഗാധര തിലക് മരണപ്പെട്ടപ്പോൾ മഹാത്മാഗാന്ധിജി പറഞ്ഞത് എൻ്റെ ഏറ്റവും വലിയ താങ്ങ് വീണു എന്നാണ്. 1884 ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റി ബാലഗംഗാധര തിലക് സ്ഥാപിക്കുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ജി അഗാർക്കറും MG റാനഡെയും സ്ഥാപകരായി ഉണ്ടായിരുന്നു. 1884 സ്ഥാപിച്ച ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെ കീഴിലാണ് 1885 ഫർഗൂസൺ കോളേജ് സ്ഥാപിച്ചതും. ഡെക്കാൻ എഡ്യൂക്കേഷൻ സൊസൈറ്റിയുടെയും ഫർഗൂസൺ കോളേജിന്റെയും സ്ഥാപകൻ ബാലഗംഗാധര തിലകാകുന്നു. ഡോക്ടർ BR അംബേദ്കർ 1891 to 1956 ആധുനിക മനുവെന്നും ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയെന്നും അറിയപ്പെടുന്ന സോഷ്യൽ റീഫോമറാകുന്നു ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ നിയമമന്ത്രിയും കൂടിയാകുന്നു ഡോക്ടർ BR അംബേദ്കർ. ചരിത്രത്തിന് മറക്കാൻ കഴിയാത്ത മനുഷ്യനെന്ന് മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച വ്യക്തി കൂടിയാണ് അംബേദ്കർ. 3 വട്ടമേശ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത ദേശീയ നേതാവാകുന്നു അംബേദ്കർ. 1891 ഏപ്രിൽ 14 ഡോക്ടർ BR അംബേദ്കർ ജനിക്കുന്നത്. അംബേദ്കറിന്റെ ജന്മദിനമായ ഏപ്രിൽ 14 ദേശീയ ജലദിനമായി ആചരിക്കുന്നു. 1956 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ വെച്ചാണ് ഡോക്ടർ BR അംബേദ്കർ ബുദ്ധമതം സ്വീകരിക്കുന്നത്. ഞാൻ ഹിന്ദുവായാണ് ജനിച്ചത്, എന്നാൽ മരിക്കുന്നത് ഹിന്ദുവായല്ല എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. അദ്ദേഹം ബുദ്ധമതം സ്വീകരിക്കുന്ന അതേ വർഷം തന്നെ, അതായത് 1956 തന്നെ, 1956 ഡിസംബർ 6 അദ്ദേഹം മരണപ്പെടുന്നതും. ഡോക്ടർ BR അംബേദ്കറിന്റെ ചരമദിനമായ ഡിസംബർ 6 മഹാപരിവാൺ ദിവസ് ആയി ആചരിക്കുന്നു. മഹാപരിവാൺ എന്നത് ഒരു സാൻസ്ക്രിറ്റ് വേർഡാണ്. ഈ ഒരു സാൻസ്ക്രിറ്റ് വേർഡിന്റെ അർത്ഥം എന്നത് ഫൈനൽ ലിബറേഷൻ എന്നാകുന്നു. ഡോക്ടർ BR അംബേദ്കർ അന്ത്യവിശ്രമം കൊള്ളുന്നത് മഹാരാഷ്ട്രയിലെ മുംബൈയിലുള്ള ചൈത്യഭൂമിയിലാകുന്നു. 1990 ഡോക്ടർ BR അംബേദ്കറിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുകയുണ്ടായി. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSP എന്ന് പറയുമ്പോൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ DPSPയെ, അതായത് മാർഗനിർദ്ദേശക തത്വങ്ങളെ നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ചത്. ക്വിറ്റ് ഇന്ത്യ സമരത്തെ ഒരു ഭ്രാന്തൻ സാഹസികത എന്ന് വിശേഷിപ്പിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞിട്ടുള്ള ഒരു കോട്ടുണ്ട്, അത് വായിക്കാം. കാളയെ പോലെ പണിയെടുക്കൂ, സന്യാസിയെ പോലെ ജീവിക്കൂ. മാത്രമല്ല ഡോക്ടർ BR അംബേദ്കർ പറഞ്ഞ മറ്റൊരു വാക്കുകളാകുന്നു, ഇന്നലെ വരെ ഇന്ത്യയുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നമുക്ക് പഴി പറയുവാൻ ബ്രിട്ടീഷുകാർ ഉണ്ടായിരുന്നു. ഇനി മുതൽ നമ്മുടെ കുറ്റങ്ങൾക്കും കുറവുകൾക്കും നാം തന്നെയാണ് പഴി പറയേണ്ടത് എന്ന് പറഞ്ഞത് ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. അംബേദ്കറിന്റെ പ്രധാനപ്പെട്ട 2 ബുക്കുകളാകുന്നു അനിഹിലേഷൻ ഓഫ് കാസ്റ്റ്, അതുപോലെ മറ്റൊരു ബുക്കാകുന്നു കാസ്റ്റ് ഇൻ ഇന്ത്യ. ഡോക്ടർ BR അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു 7 ഫാക്ട്സ് കൂടി പറയാനുണ്ട്, അതുകൂടി പറയാം. 1920 പ്രസിദ്ധീകരണം ആരംഭിച്ച മൂക് നായക് എന്ന പത്രം ഡോക്ടർ BR അംബേദ്കറിൻ്റെതാകുന്നു. 1923 ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചതും ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. ബഹിഷ്കൃത് എന്നത് ഒരു ഹിന്ദി പദമാകുന്നു. സാമൂഹികമായി അവഗണിക്കപ്പെട്ടവരെയാണ് ബഹിഷ്കൃതർ എന്ന് പറയുന്നത്. 1923 ബഹിഷ്കൃത ഹിതകാരിണി സഭ സ്ഥാപിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. 1932 പൂന ഉടമ്പടി അംബേദ്കറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പൂന ഉടമ്പടി നടത്തിയത് അംബേദ്കറും ഗാന്ധിജിയും തമ്മിലാകുന്നു. അതുപോലെ 1936 ഡോക്ടർ BR അംബേദ്കർ ഇൻഡിപെൻഡൻസ് ലേബർ പാർട്ടി രൂപീകരിച്ചത്. 1942 അഖിലേന്ത്യാ പട്ടികജാതി ഫെഡറേഷൻ പാർട്ടി രൂപീകരിച്ചതും ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. 1945 പീപ്പിൾ എഡ്യൂക്കേഷൻ സൊസൈറ്റി സ്ഥാപിച്ചതും ഡോക്ടർ BR അംബേദ്കർ ആകുന്നു. ബഹിഷ്കൃത ഭാരത് ദൈവാരിക ഡോക്ടർ BR അംബേദ്കറിൻ്റെതാകുന്നു. സുഭാഷ് ചന്ദ്രബോസ് 1897 to 1945 നേതാജി എന്നും ദേശസ്നേഹികളുടെ രാജകുമാരൻ എന്നും മഹാത്മാഗാന്ധിജി വിശേഷിപ്പിച്ച ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. 1897 ജാനുവരി 23 ഒറീസയിലെ കട്ടക്കിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ജനിക്കുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പ്രേം ദിവസ് ആയി ആചരിക്കുന്നു. 2021 മുതൽ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ജന്മദിനമായ ജാനുവരി 23 ദേശ് പരാക്രം ദിവസ് ആയാണ് ആഘോഷിക്കുന്നത്. ദേശ് പരാക്രം ദിവസ് എന്ന ഹിന്ദി വാക്കിന്റെ അർത്ഥം ദേശത്തിന്റെ ധൈര്യ ദിവസം എന്നാകുന്നു. സുഭാഷ് ചന്ദ്രബോസിന്റെ രാഷ്ട്രീയ ഗുരുവിന്റെ പേരാകുന്നു CR ദാസ്. സുഭാഷ് ചന്ദ്രബോസ് അദ്ദേഹത്തിന്റെ 23ാമത്തെ വയസ്സിലാണ്, അതായത് 1920 ഇന്ത്യൻ സിവിൽ സർവീസ് പരീക്ഷ പാസ്സാകുന്നത്. അദ്ദേഹം ഇംഗ്ലണ്ടിലെ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിലാണ് സിവിൽ സർവീസിന് പഠിച്ചത്. 1921 അദ്ദേഹം സിവിൽ സർവീസ് ജോലിയിൽ പ്രവേശിച്ചെങ്കിലും അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റിന് വേണ്ടിയിട്ട് ജോലി ചെയ്യുവാൻ സുഭാഷ് ചന്ദ്രബോസ് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹം ജോലിയിൽ പ്രവേശിച്ച് ഉടൻ തന്നെ രാജിവെക്കുകയാണ് ഉണ്ടായത്. ശേഷം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ സുഭാഷ് ചന്ദ്രബോസ് സജീവമായി.
1928 ജവഹർലാൽ നെഹ്റുവും സുഭാഷ് ചന്ദ്രബോസും ചേർന്ന് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഇൻഡിപെൻഡൻസ് ലീഗ്. 1938 ഗുജറാത്തിലെ ഹരിപുരയിൽ നടന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. 1939 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മുന്നോട്ട് വച്ച ഇലക്ഷനിലൂടെ തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ കോൺഗ്രസ് പ്രസിഡന്റ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയുടെ പ്രതിനിധിയായിട്ടുള്ള പട്ടാഭി സീതാരാമയ്യയെ പരാജയപ്പെടുത്തിയാണ് 1939 സുഭാഷ് ചന്ദ്രബോസ് കോൺഗ്രസിന്റെ പ്രസിഡന്റാകുന്നത്. അതുകൊണ്ട് തന്നെ 1939 മധ്യപ്രദേശിലെ ത്രിപുരയിൽ നടന്ന INCയുടെ സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് ആയിരുന്നു. പിന്നീട് സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്നും രാജിവെച്ച ശേഷം ഇതേ വർഷം തന്നെ, അതായത് 1939 തന്നെ അദ്ദേഹം രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി. ഫോർവേഡ് ബ്ലോക്ക് പാർട്ടി 1939 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിക്കുന്നത്. 1941 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിലായിരുന്നു ഉണ്ടായിരുന്നത്. 1941 ജനുവരി 7 സുഭാഷ് ചന്ദ്രബോസ് വീട്ടുതടങ്കലിൽ നിന്നും അപ്രത്യക്ഷനാകുന്നത് മൗലവി സിയാവുദ്ദീൻ എന്ന പേരിലായിരുന്നു. പിന്നീട് അദ്ദേഹം ഒർലാൻഡ മസാട്ട എന്ന പേരിൽ ജർമ്മനിയിലേക്ക് കടന്നു. സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിലെത്തിയ ശേഷം 1941 ജൂലൈ 26 സുഭാഷ് ചന്ദ്രബോസ് ജർമ്മനിയിൽ സ്ഥാപിച്ച സംഘടനയുടെ പേരാകുന്നു ഇന്ത്യൻ ലീജിയൻ. ജർമ്മനിയുടെ പിന്തുണയോടുകൂടി ഇന്ത്യയിലെ ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് 1941 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ ലീജിയൻ എന്ന സംഘടന ജർമ്മനിയിൽ സ്ഥാപിച്ചത്. ഇനി നമുക്ക് INA, അതായത് ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സംഘടനയെക്കുറിച്ചൊന്ന് നോക്കാം. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. ഇന്ത്യൻ നാഷണൽ ആർമി എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിച്ചത് റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും ചേർന്നാകുന്നു. 1942 INAയുടെ ഔദ്യോഗിക രൂപീകരണം. 1943 സിംഗപ്പൂരിൽ വച്ചാണ് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. എനിക്ക് രക്തം തരൂ, ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന പ്രസ്താവന സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. ജയ് ഹിന്ദ് എന്ന മുദ്രാവാക്യവും ദില്ലി ചലോ എന്ന മുദ്രാവാക്യവും സുഭാഷ് ചന്ദ്രബോസിന്റേതാകുന്നു. 1943 ഒക്ടോബർ 21 സുഭാഷ് ചന്ദ്രബോസ് രൂപീകരിച്ച പാർട്ടിയുടെ പേരാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. ബ്രിട്ടീഷ് ആധിപത്യം അവസാനിപ്പിച്ച് ഇന്ത്യയെ സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി രൂപീകരിക്കപ്പെട്ട സ്വാതന്ത്ര്യ ഗവൺമെന്റ് പാർട്ടിയാകുന്നു ആസാദ് ഹിന്ദ് സർക്കാർ. സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താണ് ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത്. ബോസ് സഹോദരന്മാർ എന്നറിയപ്പെടുന്നത് സുഭാഷ് ചന്ദ്രബോസിനെയും ശരത് ചന്ദ്രബോസിനെയും ചേർത്താകുന്നു. റേഡിയോയിലൂടെ ഇന്ത്യക്കാരെ അഭിസംബോധന ചെയ്ത ആദ്യ ഇന്ത്യൻ ദേശീയ നേതാവ് കൂടിയാകുന്നു സുഭാഷ് ചന്ദ്രബോസ്. മഹാത്മാഗാന്ധിജിയെ രാഷ്ട്രപിതാവ് എന്ന് ആദ്യമായി അഭിസംബോധന ചെയ്തതും സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. 1945 ഓഗസ്റ്റ് 18 ഏഷ്യ കോണ്ടിനെന്റിലെ ഈസ്റ്റ് ഏഷ്യയിൽ വരുന്ന തൈവാൻ എന്ന രാജ്യത്തെ തൈവോക്കു എയർപോർട്ടിൽ വെച്ചുണ്ടായ വിമാനാപകടത്തിലാണ് നേതാജി സുഭാഷ് ചന്ദ്രബോസ് കൊല്ലപ്പെടുന്നത്. സുഭാഷ് ചന്ദ്രബോസിന്റെ മരണശേഷം സുഭാഷ് ചന്ദ്രബോസിന്റെ നേതൃത്വത്തിലുണ്ടായിരുന്ന ഇന്ത്യൻ നാഷണൽ ആർമിയിലെ പോരാളികളുടെ വിചാരണ 1945 ഡൽഹിയിലെ ചെങ്കോട്ടയിൽ വെച്ച് നടക്കുകയുണ്ടായി. ആ വിചാരണയിൽ തൂക്കിലേറ്റപ്പെട്ട കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയായിരുന്നു വക്കം അബ്ദുൽ ഖാദർ. വക്കം അബ്ദുൽ ഖാദർ മൗലവി അല്ല, ഓക്കെ. തൂക്കിലേറ്റുന്ന സമയത്ത് വക്കം അബ്ദുൽ ഖാദറിന്റെ പ്രായം 26 ആയിരുന്നു. വക്കം അബ്ദുൽ ഖാദർ മൗലവിയും വക്കം അബ്ദുൽ ഖാദറും ഇവർ രണ്ടും ആരാണെന്നുള്ളത് ഈ ക്ലാസിന്റെ അവസാനം പറയാം. സുഭാഷ് ചന്ദ്രബോസിന്റെ അപൂർണമായ 2 ഓട്ടോബയോഗ്രഫീസിന്റെ പേരാകുന്നു ഇന്ത്യൻ പിൽഗ്രിം, അതുപോലെ ഇന്ത്യൻ സ്ട്രഗിൾ. അദ്ദേഹത്തിന്റെ മറ്റൊരു ബുക്ക് കൂടിയുണ്ട്, അതിന്റെ പേരാകുന്നു ലെറ്റേഴ്സ് ടു എമിലി ഷെങ്കൽ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മീഷന്റെ പേരാകുന്നു മുഖർജി കമ്മീഷൻ. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനത്തെ പറ്റിയുള്ള അന്വേഷണ കമ്മിറ്റികളുടെ പേരാകുന്നു ഷാനവാസ് കമ്മിറ്റി ആൻഡ് ഗോസില കമ്മിറ്റി. 1992 സുഭാഷ് ചന്ദ്രബോസിന് മരണാനന്തര ബഹുമതിയായി ഭാരതരത്ന ലഭിക്കുന്നത്. എന്നാൽ അദ്ദേഹത്തിന്റെ കുടുംബത്തിലുള്ളവർ സുഭാഷ് ചന്ദ്രബോസ് ഇപ്പോഴും മരിച്ചതായി വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കൊടുത്ത ഭാരതരത്ന 1997 റദ്ദാക്കുകയാണ് ഉണ്ടായത്. സുഭാഷ് ചന്ദ്രബോസിനോടുള്ള ബഹുമാനാർത്ഥം ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന റോസ് ഐലൻഡിന് സുഭാഷ് ചന്ദ്രബോസ് ഐലൻഡ് എന്നുള്ള പേരാക്കി മാറ്റി. അതുപോലെ ആൻഡമാൻ നിക്കോബാർ ഐലൻഡ്സിൽ വരുന്ന ഹാവ്ലോക്ക് ഐലൻഡിന് സ്വരാജ് ഐലൻഡ് എന്നും നീൽ ഐലൻഡിന് ഷഹീദ് ഐലൻഡ് എന്നീ പേരുകളും നൽകിയിട്ടുണ്ട്. സുഭാഷ് ചന്ദ്രബോസുമായി ബന്ധപ്പെട്ട് 2 ഫാക്ടുകൾ കൂടി നമുക്ക് പഠിക്കാനുണ്ട്, അതുകൂടി പറയാം. ഇന്ത്യൻ നാഷണൽ ആർമി, ദാറ്റ് ഈസ് INA എന്ന സൈനിക സംഘടന ആദ്യമായി രൂപീകരിക്കുന്നത് 1942 റാഷ് ബിഹാരി ബോസും ക്യാപ്റ്റൻ മോഹൻ സിംഗും കൂടി ചേർന്നിട്ടാണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഓക്കെ. പിറ്റേ വർഷം, അതായത് 1943 സിംഗപ്പൂരിൽ വെച്ച് സുഭാഷ് ചന്ദ്രബോസ് INAയുടെ നേതൃത്വം ഏറ്റെടുക്കുന്നത്. സിംഗപ്പൂരിൽ വെച്ച് INAയുടെ നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുത്ത ശേഷം പിന്നീട് INAയുടെ ആസ്ഥാനം സിംഗപ്പൂരിൽ നിന്നും മ്യാൻമറിലെ റാങ്കൂണിലേക്ക് മാറ്റുകയാണ് ഉണ്ടായത്. അതുകൂടി ഓർത്തു വെക്കുക, സിംഗപ്പൂരിൽ നിന്നും റാങ്കൂണിലേക്ക് INAയുടെ ആസ്ഥാനം മാറ്റിയത് സുഭാഷ് ചന്ദ്രബോസ് ആകുന്നു. മറ്റൊരു കാര്യം പറയാനുള്ളത്,
കേരളത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യ സമര സേനാനിയിൽ INA പോരാളിയായിട്ടുണ്ടായിരുന്ന വക്കം അബ്ദുൽ ഖാദറിനെ തൂക്കിലേറ്റുന്നത് 1943-ലാണ്. വക്കം അബ്ദുൽ ഖാദറും വക്കം അബ്ദുൽ ഖാദർ മൗലവി ഇവർ രണ്ട് പേരാണ്. ഇവരെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരാം. സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞ ഈ കാര്യങ്ങൾ നമുക്കൊന്ന് വായിച്ചു നോക്കാം. പൊതുജനവികാരം അതിന്റെ പാരമ്യത്തിൽ എത്തി നിൽക്കുമ്പോൾ പിന്മാറ്റത്തിന്റെ കാഹളം പുറപ്പെടുവിക്കുന്നത് ഒരു ദേശീയ ദുരന്തത്തിൽ കുറഞ്ഞ മറ്റൊന്നുമല്ല. മഹാത്മയുടെ പ്രധാന കൂട്ടാളികളായ ദേശബന്ധു CR ദാസ്, മോത്തിലാൽ നെഹ്റു, ലാലാ ലജ്പത് റായ്, പിന്നെ ഞാനും ജയിലിൽ വെച്ച് പൊതുജനങ്ങളുടെ പ്രതിഷേധത്തോടൊപ്പം ചേർന്നു. മഹാത്മാഗാന്ധിയുടെ ഈ പിന്മാറ്റത്തിൽ ദുഃഖിതനും രോഷാകുലനുമായ ദേശബന്ധുവിനെയായിരുന്നു ഞാൻ ജയിലിൽ വെച്ച് കണ്ടത്. സുഭാഷ് ചന്ദ്രബോസ്. ജവഹർലാൽ നെഹ്റു 1889 to 1964. 1889 നവംബർ 14 ഉത്തർപ്രദേശിലെ അലഹബാദിൽ പിതാവ് മോത്തിലാൽ നെഹ്റുവിന്റെയും മാതാവ് സ്വരൂപ് റാണി നെഹ്റുവിന്റെയും മകനായി ജവഹർലാൽ നെഹ്റു ജനിച്ചു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമായ നവംബർ 14 ശിശുദിനമായി ഇന്ത്യയിൽ ആഘോഷിക്കുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കുട്ടികൾ ചാച്ചാജി എന്ന് വിളിച്ചിരുന്നു. ചാച്ച എന്നത് ഹിന്ദിയിൽ അങ്കിൾ എന്നാണ് അർത്ഥം. മുതിർന്നവർ സാധാരണയായി അദ്ദേഹത്തെ പണ്ഡിറ്റ് നെഹ്റു എന്നാണ് അഭിസംബോധന ചെയ്തത്. ആധുനിക ഇന്ത്യയുടെ ശില്പിയെന്നും ഇന്ത്യൻ വിദേശ നയത്തിന്റെ ശില്പിയെന്നും ഇന്ത്യൻ പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നും ജവഹർലാൽ നെഹ്റു അറിയപ്പെടുന്നു. ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മവീടിന്റെ പേരാകുന്നു ആനന്ദ ഭവനം. അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വീടിന്റെ പേരാകുന്നു തീൻ മൂർത്തി ഭവൻ. ജവഹർലാൽ നെഹ്റുവിന്റെ ഭാര്യയുടെ പേരാകുന്നു കമല കൗൾ. സ്വതന്ത്ര ഇന്ത്യയിൽ നാണയത്തിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രിയാകുന്നു ജവഹർലാൽ നെഹ്റു. 1989 സോവിയറ്റ് യൂണിയന്റെ സ്റ്റാമ്പിൽ ജവഹർലാൽ നെഹ്റു പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. 1947 മുതൽ 1964 വരെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നു ജവഹർലാൽ നെഹ്റു. ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ത്യൻ ദേശീയ നേതാവാകുന്നു ജവഹർലാൽ നെഹ്റു. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ദാറ്റ് ഈസ് പ്രിയാമ്പിൾ എഴുതി തയ്യാറാക്കിയിരിക്കുന്നത് ജവഹർലാൽ നെഹ്റു ആകുന്നു. 1946 ഡിസംബർ 13 ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിൽ ലക്ഷ്യപ്രമേയങ്ങൾ അതായത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന പേരിൽ ജവഹർലാൽ നെഹ്റു അവതരിപ്പിച്ച കാര്യങ്ങളാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആമുഖമായി വന്നിട്ടുള്ളത്. ഇന്ത്യയുടെ രത്നം എന്ന് മണിപ്പൂരിനെ വിശേഷിപ്പിച്ചത് ജവഹർലാൽ നെഹ്റു ആകുന്നു. നാഗന്മാരുടെ റാണി എന്ന് റാണി ഗെയ്റ്റ്ലിയുവിനെ വിശേഷിപ്പിച്ചതും ജവഹർലാൽ നെഹ്റു ആകുന്നു. ഇന്ത്യയുടെ അണക്കെട്ടുകളെ രാജ്യത്തിലെ പുതിയ ക്ഷേത്രങ്ങൾ എന്നാണ് നെഹ്റു വിശേഷിപ്പിച്ചത്. കൃഷി പരാജയപ്പെട്ടാൽ സർക്കാരും രാജ്യവും പരാജയപ്പെടും എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആകുന്നു. സോഷ്യലിസമാണ് ലോകത്തിന്റെ പ്രശ്നങ്ങളുടെയും ഇന്ത്യയുടെ പ്രശ്നത്തിന്റെയും പരിഹാരത്തിനുള്ള ഏക താക്കോൽ എന്ന് പറഞ്ഞതും ജവഹർലാൽ നെഹ്റു ആകുന്നു. മഹാത്മാഗാന്ധിജിയെ ജവഹർലാൽ നെഹ്റു ആദ്യമായി കണ്ടുമുട്ടുന്നത് 1916 ഉത്തർപ്രദേശിലെ ലക്നൌവിൽ വെച്ചാകുന്നു. ഇന്ത്യയുടെ രാഷ്ട്രപതി പദവിയെക്കുറിച്ച് ജവഹർലാൽ നെഹ്റു പറഞ്ഞത് ഇങ്ങനെയാകുന്നു. ദാറ്റ് ഈസ്, നമ്മൾ അദ്ദേഹത്തിന് യഥാർത്ഥ അധികാരങ്ങൾ ഒന്നും നൽകുന്നില്ല, എങ്കിലും പദവി അന്തസ്സും ആധികാരികവുമാണ്. ജവഹർലാൽ നെഹ്റുവിന്റെ 100ാം ജന്മദിനത്തോടനുബന്ധിച്ച് ആരംഭിച്ച ട്രെയിനാകുന്നു ശതാബ്ദി എക്സ്പ്രസ്. ജവഹർലാൽ നെഹ്റു ആദ്യമായി ഒരു കോൺഗ്രസ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 1912 ബീഹാറിലെ ബങ്കിപ്പൂരിൽ വെച്ച് നടന്ന കോൺഗ്രസ് സമ്മേളനത്തിലാകുന്നു. 1920 ജവഹർലാൽ നെഹ്റു കർഷകർക്ക് വേണ്ടി ബാബ രാംചന്ദ്രയോടൊപ്പം ചേർന്ന് ഔദ് കിസാൻ സഭ എന്ന സംഘടനയ്ക്ക് രൂപം നൽകി. 1928 സുഭാഷ് ചന്ദ്രബോസും ജവഹർലാൽ നെഹ്റുവും ചേർന്ന് ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന സംഘടന സ്ഥാപിച്ചു. ഇൻഡിപെൻഡൻസ് ഫോർ ഇന്ത്യ ലീഗ് എന്ന സംഘടനയുടെ പ്രസിഡന്റായിരുന്നു ശ്രീനിവാസ അയ്യങ്കാർ. 1929 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലാഹോർ സെഷന്റെ പ്രസിഡന്റായിരുന്നു ജവഹർലാൽ നെഹ്റു. മാത്രമല്ല 1938 സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ദേശീയ ആസൂത്രണ സമിതിയുടെ ആദ്യ അധ്യക്ഷനും ജവഹർലാൽ നെഹ്റു ആയിരുന്നു. 1942 ബോംബെ സമ്മേളനത്തിലാണ് ജവഹർലാൽ നെഹ്റു ക്വിറ്റ് ഇന്ത്യ പ്രമേയം അവതരിപ്പിക്കുന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് തലേ ദിവസം രാത്രി, അതായത് 1947 ഓഗസ്റ്റ് 14 ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന് പറഞ്ഞുകൊണ്ടാണ് തന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ ജനങ്ങളെ അഭിസംബോധന ചെയ്തത്. ലോകം മുഴുവൻ ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു രാജ്യം സ്വാതന്ത്ര്യത്തിലേക്ക് ഉണർന്നെഴുന്നേറ്റിരിക്കുന്നു എന്ന് ആ പ്രസംഗത്തിൽ നെഹ്റു പറയുകയുണ്ടായി. മഹാത്മാഗാന്ധിജിയുടെ രാഷ്ട്രീയ പിൻഗാമിയാകുന്നു ജവഹർലാൽ നെഹ്റു. 1946 സെപ്റ്റംബർ 2 ഇന്ത്യയിൽ ഇടക്കാല ഗവൺമെന്റ് നിലവിൽ വന്നപ്പോൾ അതിന്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു ജവഹർലാൽ നെഹ്റു. 1954 ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രധാനമന്ത്രിയായ ചൗ എൻ ലായും കൂടി ചേർന്നാണ് പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെക്കുന്നത്. 1955 നെഹ്റുവിന് ഭാരതരത്ന ലഭിച്ചു. 1959 രാജസ്ഥാനിലെ നാഗൂരിൽ വെച്ച് പഞ്ചായത്തി രാജ് എന്ന സംവിധാനം ഇനാഗുറേറ്റ് ചെയ്തതും ജവഹർലാൽ നെഹ്റു ആകുന്നു. 1960 ജവഹർലാൽ നെഹ്റുവും പാകിസ്ഥാനിന്റെ പ്രസിഡന്റും കൂടിയായിരുന്ന അയ്യൂബ് ഖാനും കൂടി ചേർന്നുണ്ടാക്കിയ കരാറാകുന്നു സിന്ധു നദീജല കരാർ. 1964 മെയ് 27 ജവഹർലാൽ നെഹ്റു മരണപ്പെട്ടു. അദ്ദേഹത്തിന്റെ സമാധി സ്ഥലത്തിന്റെ പേരാകുന്നു ശാന്തിവനം. ജവഹർലാൽ നെഹ്റുവിന്റെ ആത്മകഥയുടെ പേരാകുന്നു ടുവാർഡ്സ് ഫ്രീഡം.
അതുപോലെ ആൻ ഓട്ടോബയോഗ്രഫി എന്ന പേരിലും ജവഹർലാൽ നെഹ്റുവിന് ഓട്ടോബയോഗ്രഫി ഉണ്ട്. നാഷണൽ ഹെറാൾഡ് എന്ന പത്രം ജവഹർലാൽ നെഹ്റുവിൻ്റേതാകുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ വളരെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളാകുന്നു ഇന്ത്യയെ കണ്ടെത്തൽ, അതുപോലെ ഗ്ലിംസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി, ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ജവഹർലാൽ നെഹ്റുവിന് ഒരു കുട്ടിയായിരുന്നു ഉണ്ടായിരുന്നത്. അദ്ദേഹത്തിൻ്റെ മകളുടെ പേരാകുന്നു ഇന്ദിരാ പ്രിയദർശിനി.